അക്ഷയമായ സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളെ ആത്മാക്കളെ നിന്നെ ആരാധനയ്ക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ മായ്ക്കപ്പെടുകയും നിന്റെ ദയവാൽ ഞങ്ങളുടെ സുഹൃത്തുക്കൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞുകയും ഞങ്ങളുടെ മനസ്സാക്ഷികൾ ശ്രേഷ്ഠമായി തീരുകയമേ. ഞങ്ങളുടെ മണവാളൻ മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ. നിന്റെയും ആദ്യത്തിൽ നിന്നെ പ്രീതിപ്പെടുത്തിയിട്ടുള്ളവരായ സർവവിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥയിൽ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവമേ, നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും നിന്റെ വത്സരന്മാരുടെ ഗണത്തിലും ചേർന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. ഓശോ എന്റെ പാപം എന്റെ അധികങ്ങളെ അപ്പോൾ വഴിപഠിപ്പിക്കും പാപികൾ തിരികെയും ചെയ്യും. ഇഷ്ടപ്പെട്ടില്ല ദൈവത്തിന്റെ കാര്യങ്ങളോ ദൈവം രസിക്കുന്നില്ല. അപ്പോൾ ഇഷ്ടപ്പെടും. അപ്പോൾ
നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ അനുഗ്രഹങ്ങളെ നൽകി പരിമള വാസന കൊണ്ട് ദേവോടനെ നിർത്തുകയും ചെയ്തു. കാരുണ്യവാനേ, ദൈവിക ഐശ്വര്യം കൊണ്ട് കുറവരാതിരിക്കുമാറ് നീ അതിനെ ഐശ്വര്യപ്പെടുത്തി മഹത്വവസ്ത്രം നീ അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ടും ആത്മാവും അതിൽ വാങ്ങിച്ച് നടത്തി അതിനെ നിനക്ക് വധുവാക്കി തീർക്കുകയും ശത്രുവിന്റെ തലേ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. അതിനെ നീ സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യതയുടെ പ്രകാശത്താൽ മഹിമയായി നിന്റെ ബലഹീനദാസനായ ഞങ്ങൾ ആശ്രയിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളെ നീ സന്തോഷത്തോടെ അന്വേഷിക്കണമേ. ഈ മോതിരങ്ങളെ ശാപമായിരുന്നത് ഇതിനാൽ വിശുദ്ധമാക്കിയിരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമേ. നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ മോതിരത്തെ നിയന്ത്രിച്ചതുപോലെ നിന്റെ ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രിയായി മണവാട്ടിക്കും ഞാൻ സഹോദരങ്ങളുമായി തീരുവാനിടയാക്കണമേ. കർത്താവേ, വിവാഹം സകലമായ നമ്മളെ ചെലകൾ മകതിരിക്കുവാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേഗത്തിൽ പരത്തിൽ അഭംഗമായവരെ നീ സന്തോഷിപ്പിക്കുമാറാകണമേ. നശ്വരമായി മണവറയുടെ ആയുഷ്കാലം വിവിധ തരത്തിലവരെ അലങ്കരിക്കുകയും ഇടവിടാതെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന സ്വർഗീയ മണവറയിലേക്ക് കരുണയോടെ വരെ ആനയിക്കുകയും ചെയ്യണമേ. കർത്താവേ, തിരുവിതാംകൂറിക്കുന്ന ഈ ജനക്കൂട്ടത്തെ പാപങ്ങളും മാലിന്യങ്ങളിലും പ്രമാദങ്ങളിലും സ്നേഹത്തോടെ നീ സ്വന്തരാക്കിക്കൊള്ളണമേ. ഇവ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുമുൻപാകെ തൃപ്തി വരാത്ത വിധമിടാതെ നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധനെയും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. മധുര സന്തോഷ പിതാവിന്റെ
നമ്മുടെ കർത്താവ് കർമ്മയോടങ്ങളിലേക്ക് ബന്ധപ്പെടുകയും എൻ്റെ വിവാഹസീതമായ മോചനത്തോടുകൂടി അവിടുത്തെ കൃപയാനുഭവം നിനക്ക് ലഭിക്കുകയും ചെയ്യുമാറാകട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദവുമായ വാർത്തകൾ ആയുഷ്കാലം മുഴുവൻ നിന്നോടുകൂടെ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കർത്താവായ ശിശുവായ അനുഗ്രഹപൂർവ്വമാകുകയും അദൃശ്യമാനികളിലേക്ക് ബന്ധപ്പെടുകയും ഹൃദയ സന്തോഷത്തോടുകൂടി വിദ്രോത്രവശതുമായി സ്തുതി കലയുകയും ചെയ്യുമാറാകട്ടെ. വിശുദ്ധ സഭയുടെ സന്തോഷത്തെ തന്റെ അഭിഷിക്തൻ മൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പരം വിവാഹം നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണ്ണരാക്കി ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോദങ്ങളോടുകൂടി സ്വകീയമായ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിപാലനയാൽ ഇവരെ അനുഗ്രഹിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസ്ഹാക്കിനെയും റിബേക്കായുടെ വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാകുന്ന മോദനങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളനെ തന്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹരഘോഷങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണം കൊണ്ടുള്ള അലങ്കാരങ്ങളേക്കാൾ മഹിമേറിയ വെളുപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ ബന്ധവും ചേർത്ത് തന്റെ പ്രീതിക്ക് യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്ക് നൽകുവാൻ ദൈവമായ സംഗതിയാക്കട്ടെ. സകല കപട സ്നേഹത്തെയും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരഭിലങ്ങളായ സംസ്ഥാന പുഷ്പങ്ങളേക്കാൾ സൗരഭ്യമേറിയ പരിപാലനയാൽ ഇവരുടെ മനസ്സാക്ഷിയെ നയിക്കുവാൻ സംഗതിയാകട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ടമനുഷ്യരുടെ കയ്യിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിച്ചുകൊള്ളുമാറാകട്ടെ. പാപനമായ വിവാഹത്തിന്റെ ദുർബല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കൾ ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവിന്റെ സഭയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹസമ്പൂർണമായ സന്വത്സരങ്ങൾ ഇവർക്ക് നൽകുമാറാകട്ടെ. സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവർത്തികളാകുന്ന സമ്പാദ്യം വർദ്ധിപ്പിക്കണമേ. എന്നുള്ള സത്യവിശ്വാസി ഇവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സ്ഥിതി ചെയ്യുവാനും ഇവരുടെ മക്കൾക്ക് അതിനെ അവകാശമായി നൽകുവാനും കൃപയ്ക്കണമേ. നിന്റെ വിജയശ്രീമായ മണവാട്ടിയും പരിശുദ്ധവുമായി മാനോയെ ഞങ്ങളെല്ലാവരുടെ ചെയ്യുമാറാകണമേ. നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30 ഇരട്ടിയായി അവിടുന്ന് പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിന്റെ സ്നേഹം രാമപകലത്തോടുകൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനുണ്ടവന്റെ സലസേനങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. വിശുദ്ധ
നിന്റെ ദാനങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യ കൽപ്പനകളിൽ ആനന്ദം ഇവരെ നിറയ്ക്കണമേ. പിതൃപുത്ര പശുഹായുള്ളവേ സന്തോഷോല്ലാസങ്ങളോടുകൂടി നമുക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. പശു നാമെല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിൽ അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതി നേരവും കീഴുമുള്ള കരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി ഭവിക്കണമേ. ഉണ്ടായിരുന്നവരും ഇപ്പോഴുള്ളവരും എന്നേക്കും നിലനിൽക്കുന്നവരുമായ സ്വയം മാലാകമാർ സിംഹാസനത്തിൽ തനിക്ക് ആരാധനയും തന്റെ ബഹുലമായ
നിമിത്തം ഞങ്ങളെല്ലാവരും തിരുസഭയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ നന്യമായി പോയിരുന്ന ഞങ്ങളുടെ വ്രതത്തെ സ്നേഹപൂർവ്വം തന്നോട് സമീപിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും ദാർഢ്യനും തന്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിവില്ലാതിരിക്കുന്നവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം ഒഴിക്കപ്പെട്ടതും ബന്ധിക്കപ്പെടുന്ന സകലതും ബന്ധിതമായിരിക്കുന്നവനും തന്റെ വല്ലഭത്വത്തിന്റെ മഹിമയ്ക്കായി മണവാട്ടിമാർക്കും സന്തോഷകിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നവനുമായ കർത്താവിൻ സ്തുതി. അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായി കൂടിയിരിക്കുന്ന ദിവസങ്ങളിലൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും എനിക്ക് യോഗ്യമാകുന്നു. ബഹുൽവനിയാമോ സ്വതഹായ മഹത്വപ്പെടുത്തലിൽ മഹോന്നതങ്ങളിൽ അഗ്നിവേന്മാടോട്ടങ്ങൾ തന്റെ ശ്രേഷ്ഠതകൾ പരിവച്ച് ചന്ദ്രപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, അവർണ്യമായ നിന്റെ കൃപാപ്രഭാവത്താൽ നിസ്സീമമായ ദൈവാനും നിസാരന്മായ ഞങ്ങളുടെ സ്തോത്രങ്ങൾ നീ സന്തോഷിക്കുകയും എളിവരും മണ്മയുമായ ഞങ്ങളുടെ ശുശ്രൂഷകൾ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഭാഗങ്ങളോട് യാചിച്ചു പോകാൻ നീ നമ്മളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങൾ നീ തിളക്കമുള്ളവരാകുന്നു. ശിക്ഷാർഹന്മാരുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠ അധികാരത്തിന് വിധേയരായി വസിക്കുന്നവരുമായ നിന്റെ ദാസന്മാരെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരായ ദേവന്റെ നന്മകളും അഭയം പ്രാപിച്ചിരിക്കുന്ന ഇവരെയും നീ അഞ്ചുരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടി പ്രയാണം ചെയ്യുവാനും ആത്മീയ നന്മരങ്ങളിൽ തൽപരനും ആത്മശരീരങ്ങൾ പ്രയോജനകരമായ ദൈവിക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട ലാഭം ഉണ്ടാക്കുന്നവരും ആയി തീരുവാനായിട്ട് ഇവർക്ക് സമ്മതിയാക്കണമേ. കർത്താവേ, ഇവർ നിത്യജീവനെ കാക്ഷിക്കുന്നവരും പാവങ്ങളുള്ളവരുടെ നിസ്തരമായ പ്രത്യേകമാറാകണമേ. നിന്റെ പരിശുദ്ധ ഭാഗത്തെ നടത്തുവാ ശപിക്കപ്പെട്ടവരായ സാത്താദാസത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാനും തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ സംയോജിപ്പിച്ചു കൊള്ളണമേ. ഞങ്ങളെ ഇവരെ നിന്റെ ആത്മീയ ഒന്നിന് തോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനയുടെ ആചരണത്തിലും തീക്ഷ്ണയുള്ളവരും ആക്കി തീർക്കുമാറാകണമേ. കർത്താവേ, ഞങ്ങളെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശ്യരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരും ആക്കി തീർക്കുമാറാകണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുത്തുന്നവരുമായി തീരുമാനാകണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളായ ഞങ്ങളുടെ മരിച്ചവരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമനും മനുഷ്യപ്രീതിയോടുമാകുന്നുവല്ലോ. നിനക്ക് നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധവുമായി സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയറ്റുന്നു. Hallelujah.
സ്നേഹിക്കുന്ന മനുഷ്യസ്നേഹിയും സാക്ഷാത് സത്യവുമാണുമായ കർത്താവേ, ഇപ്പോൾ നിന്റെ വിശുദ്ധ ബലിപീഠത്തിന്മാകെ തലവെച്ച് വണങ്ങിക്കൊണ്ട് നിൽക്കുന്ന ഈ ദാസനെ സുഹൃത്തുക്കം അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. കരുണയും ദൈവനിർണ്ണയമായ നിന്റെ ഭക്തിയുടെ മേൽ ആസ്വദിക്കണമേ. ആത്മീയമായ നിന്റെ മണവരകളെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളവരാശിഷ്ടന്മാർക്ക് വാഗ്ദാനം ചെയ്തിരുന്നതിന് ഞങ്ങളെ ഇവരെയും യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങളും ഇവരെ നിന്റെ വലുതുപാകുന്നുകൊണ്ട് നിന്റെ കരുണയെ ദർശിക്കുകയും നിനക്ക് നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധമായിരിക്കും സ്തുതിയും സ്തോത്രവും വരയ്ക്കുകയും ചെയ്യുമാറാകണമേ. പരിശുദ്ധനായ പൗലോസിയായ നിലനിൽക്കുന്നു. നമ്മുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സർവ്വദാ സർവ്വത്തിനും വേണ്ടി പിതാവായ ദൈവത്തെ സ്തുതിക്കുകയും മിശിഹായോടുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുകയും സ്ത്രീകളെ നമ്മുടെ കർത്താവിനെ എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിക്കുകയും എന്തെന്നാൽ മിശിഹാ സഭയുടെ തലയിലും ശരീരത്തിന്റെ രക്ഷിതാവാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മിശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരവരുടെ ഭർത്താക്കന്മാർക്ക് സ്വതന്ത്രം കീഴ്പ്പെടണം. പുരുഷന്മാരെ മിശിഹാ തന്റെ സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുകയും സഭയെ ജലത്തിലുള്ള സ്നാനം കൊണ്ടും വചനം കൊണ്ടും വേണ്ടവണ്ണം ശുദ്ധീകരിക്കുവാൻ കുറ്റമോ കുറവോ തത്വമായ മറ്റുമോ കൂടാതെ നിർമ്മലയും നിശ്ചയമായ തേജസ്വിയായി സ്വീകാര്യാക്കുവാനുമായിട്ട് സഭയ്ക്കായി മിശിഹാസുഖാനെ സമർപ്പിച്ചുവല്ലോ. അങ്ങനെ തന്നെ പുരുഷന്മാർ സ്വന്തം ശരീരങ്ങളെ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്നാൽ ഭാര്യയെ സ്നേഹിക്കുന്നത് തന്നെ തന്നെയാവുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദേഷിക്കുന്നുണ്ടല്ലോ. പിന്നെയോ മിശിഹാ സഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിന്റെ അവയവങ്ങളും മാംസസംബന്ധികളും അസ്ഥിസംബന്ധികളുമാകുന്നു. ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ടുപിരിഞ്ഞ് തന്റെ ഭാര്യയോട് ചേർന്നിരിക്കും. അവരിരുവരുടെ ശരീരമായി തീരുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. ഞാൻ മശിഹായെ കുറിച്ച് അവിടുത്തെ സഭയെ കുറിച്ചുമാകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിക്കുകയും എന്നതാകുന്നു. നിനക്ക് നന്മ വരുവാൻ നീ ഭൂമി ദീർഘായുസ്സുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് വാക്കത്തോടുകൂടിയ കൽപ്പനയാകുന്നു. ആഹായി മാറിക്കുമോ പരിശുദ്ധ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളെ അറിയിപ്പനെ നാം കേൾക്കണം. യഹൂദന്റെ അതിർത്തിയിലെത്തി. ജനസമൂഹങ്ങൾ അദ്ദേഹത്തെ അനുഗമിക്കുകയും അവിടെ വെച്ചവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷാർത്ഥം പരീക്ഷന്മാർ നടത്തിയെന്ന്
ഏതൊരു കാരണത്താലെങ്കിലും ഒരുവന് തന്റെ ഭാര്യയെ പിരിച്ചിടുവാനായുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് ഉത്തരം പറഞ്ഞു, ആ സൃഷ്ടികർത്താവോളം പെണ്ണുമായ മനുഷ്യനെ സൃഷ്ടിച്ചെന്നും അയാളോട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിലൊരു ശരീരമായി തീരുകയും ചെയ്യുന്ന അവിടുന്ന് കൽപ്പിച്ചു എന്നും നിങ്ങൾ വായിച്ചിട്ടല്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാണ്. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിന് മനുഷ്യർ വേർപിരിക്കരുത്. അവർ അദ്ദേഹത്തോട് അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്ത് അവളെ പിടിച്ചുവിടുവാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു, മോശ നിങ്ങളുടെ പിള്ളേക്കാണ് ഞാൻ നിമിത്തം ഭാര്യമാരെ പിടിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദ്യം അങ്ങനെയായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാരം കൊണ്ടല്ലാതെ സ്വന്തം ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുത്തി പരിഗ്രഹിക്കുക ചെയ്യുന്നത് വ്യഭിചാരമാണ്. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുക ചെയ്യുന്നതും വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ അദ്ദേഹത്തോട്, ഭാര്യ ഭർത്താക്കന്മാരുടെ പരസ്പരസ്ഥിതി ഈ വിധം കുറ്റകരമല്ലെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, വരം ലഭിച്ചവനല്ല എല്ലാവരും ഈ വചനത്തിന് ശക്തരല്ല. പറയുമോ സൈനമോ ശത്രുവിന്റെ സംഘശക്തിക്കെതിരായി അജയമായ ധരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ.
നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട് നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ മണവാളനായ മശീഹ യഥാർത്ഥമായ മണവാളത്വത്താൽ നിങ്ങളുടെ മണവാളത്വത്തിന് മുദ്രയെടുക്കട്ടെ. മശീഹാവിന് സഭയിലുള്ളതുപോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ളതായ അവൻ്റെ വലുതിരക്കലും നിങ്ങളിൽ ആവസിച്ച് എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാനബോധം നിങ്ങളോടുകൂടിയുണ്ട്. അകൽക്കസാട് വഞ്ചനയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണപരമായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസ്ഹാക്ക് യാക്കോബിലും യാക്കോബ് യോസേഫിലും സന്തോഷിച്ച പ്രകാരം നിങ്ങളും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സമ്മാനങ്ങളെ മഹാനങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ചു വരികയും ഭൂമിയിൽ നിറയുകയെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും നൽകിയ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്തു നിന്ന് മനുമഞ്ഞും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവ്വ ഫലഫലങ്ങളും ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തന്റെ പുത്രനായ യോസേഫിന് നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും പട്ടക്കാരനാൽ നിങ്ങളുടേതായി ഇന്ന് വെക്കപ്പെട്ടതായ കിരീടങ്ങളിലും വസിക്കുമാറാകട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ സകലജാതികളും സന്തോഷിച്ച് മഹത്വം പാടുവാനാകട്ടെ.
ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാവനയോടെന്നതുപോലെ നിങ്ങളുടെ കടങ്ങളും പാവങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലത്തുഭാഗത്തെ കടനെ പോലെ നിങ്ങളും സ്വർഗ്ഗരാജ്യ അവകാശങ്ങളെ ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും മരിച്ചുപോയവർ പാവപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. ഇസ്രായേലിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്തവനായി സീനായി മലയിൽ ഇറങ്ങി വന്ന ആ മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ സംഘം മുഴുവനെയും വാഴ്ത്തി അനുഗ്രഹിക്കുവാനാകട്ടെ. നമുക്ക് പിതൃപുത്രവശുദ്ധായി വിശദീകരിക്കാം. നമ്മളെല്ലാവരും ദൈവഭവനത്തിൽ സന്നിധരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസങ്ങളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവർത്തികളിലും തൽപരം നല്ല കാര്യങ്ങൾ ഉത്സാഹമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുന്ന എന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം പ്രാപിക്കുന്നു. ബഹുമാനായ പൂർവ്വന്മാർ നമ്മെ പരിപാലിക്കുന്നതാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവായ ശിഷ്യയുടെയും സിംഹാസനമായ ജീവന്മേശയുടെയും സ്ലീബായുടെയും വെടിപ്പുള്ള ഏവന്റെയും ഈ ജനക്കൂട്ടത്തിന്റെയും മുൻപാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുകയും ഹൃദയവിചാരം അറിയുന്നവരുടെ സന്നിധിയിലാവുന്നു, അറിയാത്തവരുടെ മുൻപാകെയല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഞാൻ പരമേൽപ്പിക്കുന്നു. എനിക്ക് നിങ്ങൾക്കുള്ള ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിങ്ങൾ ദൈവവിധമായ ചെയ്യുന്ന സ്ഥലത്തിൽ ഞാൻ നിരപരാധിയായിരിക്കും. ഒട്ടക്കാലം സമാസന്മാരിലും വിശ്വാസത്തിലും മണവാളിക്കും ക്ഷണിക്ക
ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് അന്യമെന്ന സമൃദ്ധിയായ ആവശ്യമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവ് ദൈവജന്യമായ അമ്മയുടെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവവിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ കർത്താവായ ശിഷ്യയുടെ വലങ്കൈ എന്നേക്കും നിങ്ങൾ ആസ്വദിച്ചുമാറാകട്ടെ. വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ടാണെന്ന് അറിഞ്ഞോളൂ. നിങ്ങൾ ഓരോരുത്തരും അവനവന്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിക്കുക. ഇവൾ സ്വന്തമാണുള്ള ഇവരുടെ ഭർത്താവിനോട് സംയോജിപ്പിച്ചിരിക്കുന്നു. ആകയാൽ അവൻ അവളെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദൈവമുള്ളവനായിരിക്കുകയും ചെയ്യണം. അവൻ നഗ്നനായാൽ അവൾക്ക് ധരിപ്പാൻ നൽകണം. അവൻ ദാഹിച്ചിരുന്നാൽ അവൾക്ക് കുടിക്കുവാൻ നൽകണം. അവളും ന്യായമായ പ്രകാരം അവന്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാണ്. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി അവൾ അവന്റെ അടുക്കൽ വർത്തിക്കണം. നമ്മുടെ കർത്താവായ ശിഷ്യകൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ ഏകപുത്രൻ സർവ്വലോകങ്ങളുടെ പിതാവിനും ജനിച്ചവനും പ്രകാശമുള്ള പ്രകാശവും സകലത്തിലുള്ള സത്യവും ജനിച്ചവനും സുഖലാഭം സാരാംശവും പിതാവാണ് സ്വന്തങ്ങളും എന്നാൽ സർവ്വവും മികപ്പെട്ടവൻ മനുഷ്യരായ വിശുദ്ധവുമായി ദൈവമാതാവായ വിശുദ്ധയാകും ശരിയായി ഞങ്ങൾക്ക് വേണ്ടി ജീവനത്തെ വിശ്വസിക്കുന്നു. സകലത്തെ ജീവിക്കുന്ന കർത്താവ് പിതാവിനോടുകൂടി സംസാരിച്ചതുമായി ജീവനശീലമായ വിശ്വസിക്കുന്നു. ഒന്ന് മാത്രമേ മരിച്ചുപോയ പുതിയ ജീവനായ
വളരുമല്ല തന്നോഹരി പോലെ Also